ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അങ്ങനെ ഇതിൻ്റെ ലാസ്റ്റ് വീഡിയോ ആണ് കേട്ടോ, മൂന്നാറിലെ. അങ്ങനെ ഇത് രാവിലെ എണീറ്റിട്ടുള്ള മോർണിംഗ് ആണ് കേട്ടോ. നമ്മൾ ബെഡിൽ നിന്ന് തന്നെ നമ്മുടെ വിൻഡോസിൻ്റെ കട്ടനൊക്കെ ഒന്ന് മാറ്റി നോക്കിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനൊരു അടിപൊളി വ്യൂ ആണ് കേട്ടോ കാണുന്നത്. ഒരു പ്രത്യേക ഭംഗി തന്നെയാണ് കേട്ടോ. പിന്നെ നല്ലൊരു തണുപ്പും ഒരു ചെറിയൊരു വെയിലും ഈ വ്യൂ ഒക്കെ കണ്ടെണീക്കാനായിട്ട് നല്ല രസമാണ് കേട്ടോ. അപ്പോൾ തന്നെ ഇതേയും ഇക്കാക്കയും കുഞ്ഞിപ്പെണ്ണൊക്കെ മൂതി പൊതിച്ച് കിടന്ന് ഉറങ്ങാൻ കേട്ടോ. ആർക്കും തന്നെ കട്ടുമെന്ന് എണീക്കാൻ തോന്നുന്നില്ല കേട്ടോ. അത്ര രസമുണ്ടായിട്ട് രാവിലത്തെ, അതായത് നമുക്ക് കട്ട മാറ്റിയിടുമ്പോൾ കുഞ്ഞൊരു വെയിലൊക്കെ അടിക്കുമ്പോൾ നല്ല രസമുണ്ട് കേട്ടോ. ഇപ്പോൾ വോയിസ് എടുക്കുമ്പോൾ കുഞ്ഞിപ്പെണ്ണ് കിടന്ന് ഒച്ചപ്പാടാണ് കേട്ടോ. അത് കഴിഞ്ഞ് എല്ലാവരും റെഡി ആകാൻ വേണ്ടിയിട്ട് പോയിട്ടോ. കാരണം ഇങ്ങനെ കിടക്കലേ ഉണ്ടാവുള്ളൂ. നമുക്ക് ഇവിടുന്ന് രാവിലെ തന്നെ പോകണം കേട്ടോ. നമുക്ക് 11 മണി വരെ ടൈമുണ്ട്. ഭക്ഷണങ്ങൾ അതുവരെ വെയിറ്റ് ചെയ്യുന്നില്ല കേട്ടോ. കാരണം നല്ല ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് 2 ദിവസം ആയല്ലോ. അപ്പോൾ ഭയങ്കര ഭക്ഷണമൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടുന്ന് നേരെ ഇറങ്ങിയാലേ നടക്കുള്ളൂ എന്ന് പറഞ്ഞിട്ട് വേഗം റെഡി ആവാൻ കേട്ടോ. നിദാനെയും കുഞ്ഞിപ്പെണ്ണിനെയും മിക്കാക്കാനൊക്കെ റെഡിയാക്കി ഞാൻ വിട്ടിട്ട് പിന്നെ ലാസ്റ്റ് ഞാൻ റെഡി ആവാൻ വേണ്ടിയിട്ട് നിൽക്കാൻ കേട്ടോ. ബാഗും കാര്യങ്ങളെല്ലാം പാക്ക് ചെയ്ത് കൊണ്ടുവന്ന സാധനങ്ങളെല്ലാം സെറ്റ് ചെയ്ത് പുറത്തേക്ക് ആക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ റെഡിയാകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. എല്ലാവരും നല്ല ചൂടുവെള്ളത്തിലൊക്കെ മേലൊക്കെ കഴുകിയിട്ടുണ്ട് കേട്ടോ. തലയൊന്നും ആരും നനച്ചിട്ടില്ല കേട്ടോ. കുഞ്ഞിപ്പെണ്ണിനെ ഞാൻ കുളിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഞാനൊന്നും തല കഴുകില്ല കേട്ടോ. പിന്നെ നമ്മൾ വെയിലത്ത് കൂടെയൊക്കെ നടക്കുമ്പോൾ നീരിറങ്ങി പിന്നെ തലവേദനയും ഇക്കായ പാടാണല്ലോ. അങ്ങനെ ഞാൻ റെഡിയാവുന്ന ടൈമിൽ ഇക്കാക്ക പുറത്തേക്ക് പോയിട്ടുണ്ട്, കുഞ്ഞായിട്ട് പുറത്തേക്ക് പോയിട്ടുണ്ട്. കുഞ്ഞിപ്പെണ്ണിനെ ഇപ്പോൾ 2 ദിവസമായിട്ട് എനിക്ക് തോന്നുന്നു പുറത്തേക്ക് വന്നിട്ടാണെന്ന് തോന്നുന്നു കേട്ടോ. എൻ്റെ കയ്യിൽ നിന്ന് ആരുടെ അടുത്തേക്കും പോകുന്നില്ല കേട്ടോ. ഇക്കാക്കയുടെ അടുത്തേക്ക് പോലും പോകുന്നില്ല. എന്നെ കാണുമ്പോൾ അപ്പ കരച്ചിലാണ് കേട്ടോ എൻ്റെ അടുത്തേക്ക് വരാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മളെ റൂമിൽ നിന്ന് ബാൽക്കണിയിൽ വിൻഡ് തുറന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയാണ് കേട്ടോ കാണുന്നതും. ഇവിടെ നല്ല രസമാണ് കേട്ടോ കുറച്ച് നേരം നിൽക്കാനൊക്കെ. അങ്ങനെ ഞങ്ങളെല്ലാവരും റെഡി ചെയ്ത് ഡോറൊക്കെ ലോക്ക് ചെയ്ത് നമ്മൾ ഇവിടുന്ന് പോരാണ് കേട്ടോ. അങ്ങനെ ബാഗിന് പിടിക്കാമെന്ന് പറഞ്ഞാൽ ആദ്യം മേടിച്ചതാണ്. പിന്നെ അവൾ പൊക്കിയിട്ട് പൊങ്ങാനിട്ട് ഇക്കാക്ക എന്നെ പിടിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞാനും കുഞ്ഞിപ്പെണ്ണായിട്ട് ഇറങ്ങാണ് കേട്ടോ. ഒറ്റ നൈറ്റ് ഇവിടെ ഉണ്ടായിരുന്നെങ്കിലും നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഇവിടുത്തെ ഒരു വൈബും ഒച്ചയും ബഹളം. എനിക്ക് തോന്നുന്നു വെളുപ്പിന് വരെയും ഇവിടെ ഡാൻസും പാട്ടും എല്ലാം നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. റൂമിൽ നിന്ന് ഞങ്ങൾക്ക് നല്ല സൗണ്ടായിരുന്നു പാട്ടിൻ്റെയൊക്കെ. അത് കഴിഞ്ഞ് ഇക്കാക്ക ലഗേജ് എല്ലാം ബാഗിൽ വെച്ചിട്ട് തിരിച്ച് പോരാണ് കേട്ടോ. പോകുമ്പോഴൊരു സങ്കടം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേക്ക് മാത്രം കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയില്ല കേട്ടോ. കുറേ കേക്കിന് വേണ്ടിയിട്ട് ഞങ്ങൾ കുറേ ഓൺലൈനും ഹോട്ടൽസും റെസ്റ്റോറൻറ്റ്സും എല്ലാം ഞങ്ങൾ ചെക്ക് ചെയ്തിട്ടോ. പക്ഷേ എവിടെയും കേക്ക് ഉണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനത്തെ ഒരു അകത്തേക്ക് ആയിരുന്നു ഞങ്ങൾ റിസോർട്ട് എടുത്തിട്ടുണ്ടായിരുന്നത്. എന്നാലും കുഴപ്പമില്ല, നമ്മൾ റിസോർട്ടിൽ മാക്സിമം നന്നായിട്ട് എൻജോയ് ചെയ്ത് അടിച്ച് പൊളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമുക്ക് വണ്ടി മേളിലേക്ക് കയറ്റി തന്നത് അവിടുത്തെ ഒരു സ്റ്റാഫാണ് കേട്ടോ. കാരണം നമ്മൾ കയറ്റിയാൽ കയറില്ല എന്ന് ഉറപ്പുള്ളതുകൊണ്ടിട്ട് അവിടുത്തെ സ്റ്റാഫ് നമുക്ക് ഈ റോഡ് വരെ നമുക്ക് കയറ്റി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ നേരെ വീടാണ് കേട്ടോ. അങ്ങനെ നമ്മൾ നേരെ നമ്മുടെ ഫസ്റ്റ് ലക്ഷ്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക എന്നുള്ളതാണ് കേട്ടോ. അങ്ങനെ നോക്കിയപ്പോൾ ഈ ഹോട്ടലിൽ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞങ്ങൾ ചെന്നപ്പോൾ ഒരാൾ ഇറങ്ങിയ ഗ്യാപ്പിൽ ഞങ്ങൾ അവിടെ കയറി വേഗം ഇരുന്നു കേട്ടോ. നല്ല കുഞ്ഞിപ്പെണ്ണിന് ഒരു ഇഡ്ഡലി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവൾക്ക് ഇഡ്ഡലിയൊക്കെ അതിൻ്റെ ഇടയിൽ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും നെയ്റോസ്റ്റാണ് കേട്ടോ പറഞ്ഞത്. അങ്ങനെ അതെല്ലാം കഴിച്ച് വയറ് ഫുള്ളായപ്പോഴാണ് കേട്ടോ മുഖത്തൊക്കെ ഒരു സന്തോഷം സമാധാനം വന്നത്. അങ്ങനെ ഞങ്ങൾ നേരെ പോകുന്നത് നമ്മുടെ മാട്ടുപ്പെട്ടി ഡാമിലേക്കാണ് കേട്ടോ. നമ്മൾ അടുത്ത ലക്ഷ്യം അങ്ങോട്ടാണ്. അതുകൊണ്ട് നമ്മൾ വേറെ എങ്ങും നോക്കിയില്ല, നേരെ നമ്മൾ അങ്ങോട്ടേക്ക് പോവാണ് കേട്ടോ. കുഞ്ഞിപ്പെണ്ണിൻ്റെ വയറൊക്കെ നിറഞ്ഞാണ്. കുഞ്ഞിപ്പെണ്ണും ചെറുതായിട്ട് കിടന്നുറങ്ങുകയും ചെയ്ത് നിതാപ്പിക്ക് സമാധാനമായി, എല്ലാവർക്കും സമാധാനമായിട്ടുണ്ട് കേട്ടോ ഫുഡൊക്കെ കഴിച്ചപ്പം. അങ്ങനെ ഡാമിൽ പോയപ്പോൾ നമ്മൾ അവിടെ ബോട്ടിങ് കണ്ടിട്ടോ. എനിക്ക് നിതാപ്പിക്കാണെങ്കിൽ എന്തൊക്കെ സാധനങ്ങളുണ്ട് അതിലെല്ലാത്തിലും വലിയ വരി കയറണം കേട്ടോ. അങ്ങനെ അവിടെ ചെന്നപ്പോൾ സ്പീഡ് ബോട്ടിന് ഇവിടെ അല്ല അപ്പുറത്താന്ന് പറഞ്ഞിട്ടോ. അങ്ങനെ ഞങ്ങൾ നടക്കുകയാണ്. ഇച്ചിരി ഉള്ളു എന്ന് പറഞ്ഞാൽ നടന്നപ്പോൾ 1.5 കിലോമീറ്ററോളം നടക്കാനുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങളൊരു ഓട്ടോയിൽ കൈ കാണിച്ചിട്ടാണ് കേട്ടോ പോയത്. പിന്നെ നടന്ന് ഞങ്ങൾ ആകെ ഔഷധിയായിട്ടോ. അങ്ങനെ ഞങ്ങൾ ഒരു ഓട്ടോയിൽ കൈ കാണിച്ച് ഞങ്ങൾ ഓട്ടോയിൽ കയറ്റി കൊണ്ടുപോയി കേട്ടോ. അവിടെ ചെന്ന് ഞങ്ങൾ ഒരുപാട് പൈസ കൊടുത്തിട്ട് എന്ത് ചെയ്തിട്ട് അവർ മേടിക്കില്ല കേട്ടോ. നമ്മുടെ മലയാളികളാണെങ്കിൽ നല്ല പൈസയൊക്കെ മേടിച്ചേനെ. പക്ഷെ അവിടെ തമിഴന്മാർ നല്ല ആൾക്കാരാണ് കേട്ടോ. നമ്മുടെ പൈസ ഒന്നും മേടിച്ചില്ല, നമ്മളവിടെ കൊണ്ടുവന്ന് ആക്കി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം റിട്ടേൺ പോകുന്ന ഒരു ഓട്ടോ ആയതുകൊണ്ടാണ് കേട്ടോ അവർ മേടിക്കാനത്. അങ്ങനെ ഞങ്ങൾ പോകുന്ന വഴിക്ക് നടക്കണതാണ് കേട്ടോ. ഒരുപാട് ഞങ്ങൾ നടന്നിട്ടാണ് അങ്ങനെ നമ്മൾ ബോട്ടിങ്ങിൻ്റെ അങ്ങോട്ട് പോകാൻ കേട്ടോ. ഇവിടെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എവിടെ കയറണമെങ്കിലും നമുക്ക് പൈസ കൊടുക്കണം. ഇപ്പം നമുക്ക് എൻട്രൻസിൽ തന്നെ പൈസ കൊടുക്കണം. സ്പീഡ് ബോട്ടിൽ കയറണമെങ്കിൽ വേറെ പൈസ കൊടുക്കണം. അവിടെ വേറെ കുറേ ടോയ്സ് ഉണ്ട്, അവിടെ കയറണമെങ്കിലൊക്കെ എക്സ്ട്രാ പൈസ കൊടുക്കണം. ഞാനിങ്ങനെ പൈസയാണ്, അതാണ് മെയിൻ ആയിട്ടുള്ളൊരു കാര്യം കേട്ടോ. അങ്ങനെ എന്തെങ്കിലും ആവട്ടെ നമ്മൾ വരുമ്പോൾ മാക്സിമം എൻജോയ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അകത്തേക്ക് എൻട്രൻസ് കയറി. അത് കഴിഞ്ഞ് നമുക്ക് സ്പീഡ് ബോട്ടിൽ കയറാൻ
കേട്ടോ. അപ്പോൾ 5 പേരുള്ള സീറ്റിന് 1080 രൂപയാണ് കേട്ടോ സ്റ്റാർട്ടിങ് വരുന്നത്. നമ്മൾ 3 പേരുണ്ടായിരുന്നുള്ളൂ. കുഞ്ഞിപ്പെണ്ണ് നമ്മുടെ മടിയിലാണ്, എക്സ്ട്രാ സീറ്റ് വേണ്ടല്ലോ. പക്ഷേ 3 പേരാണെങ്കിലും 2 പേരാണെങ്കിലും ഒരാളാണെങ്കിലും 1080 രൂപ തന്നെയാണ് കേട്ടോ വരുന്നത്. അങ്ങനെ ഞങ്ങളതാ പോകാൻ വേണ്ടിയിട്ട് അവിടെ കയറി വെയിറ്റ് ചെയ്യാണ് കേട്ടോ. അതിൻ്റെ ഇടയിൽ ജാക്കറ്റൊക്കെ തരണം കേട്ടോ. കുഞ്ഞിപ്പെണ്ണ് ജാക്കറ്റ് ഇട്ടിട്ട് ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ. അപ്പോൾ അവളുടെ ജാക്കറ്റ് ഞങ്ങൾ ഊരി മാറ്റിയിട്ടുണ്ട്. ഞങ്ങളൊക്കെ ജാക്കറ്റ് ഇട്ട് വെയിറ്റ് ചെയ്തിരിക്കാൻ കേട്ടോ. സ്പീഡ് ബോട്ടിൽ കയറിയിട്ട് സൂപ്പറായിരുന്നു കേട്ടോ, അടിപൊളിയായിരുന്നു. ഇക്കാക്കായിരുന്നു കേട്ടോ സ്പീഡ് ബോട്ടിൽ കയറണം എന്നുള്ള ഒരിത്. എനിക്ക് അത്ര വലിയ ഇതുണ്ടായിരുന്നില്ല. എനിക്കാണെങ്കിൽ മേലിക്കൂടെ റോപ്പിക്കൂടെ വലിഞ്ഞു കയറാനും ഇതിനൊക്കെ ആയിരുന്നു കേട്ടോ ഇഷ്ടം. പക്ഷേ കയറി കഴിഞ്ഞപ്പോൾ ഇവിടെ കയറിയില്ലെങ്കിൽ ഭയങ്കര മിസ്സായി പോയിന്നിരുന്നിട്ട് അത്ര സൂപ്പറായിരുന്നു കേട്ടോ. നമുക്ക് അവർ നമ്മുടെ ഇതിൻ്റെ നടുക്കൊക്കെ നിർത്തിയിട്ട് നമുക്ക് കുറേ ഫോട്ടോസും വീഡിയോസും നമ്മൾ പറയുന്ന പോലെ എല്ലാം അവരെടുത്ത് തരും കേട്ടോ. അപ്പം നെത ഫ്രണ്ടിലായിരുന്നു കേട്ടോ നെതാപ്പിനെ ഇരുത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവർ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് നെതാനും ബാക്കിലേക്ക് ഇരുത്തിയതാണ് കേട്ടോ. എന്ത് രസമാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ഇത്ര സ്പീഡ് ബോട്ടിൽ എന്നെ ആദ്യമായിട്ടാണ് കേട്ടോ കയറുന്നത്. പിന്നെ ഇങ്ങനെ കുറേ അവർ അങ്ങോട്ട് തിരിക്കലും ഇങ്ങോട്ട് തിരിക്കലും നല്ല രസമാണ്. പിന്നെ അത്യാവശ്യം നല്ല സേഫാണ്, കാരണം അവർക്ക് കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണല്ലോ. അങ്ങനെ ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങുകയാണ്. പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ഓട്ടോ കയറി പോകാൻ കേട്ടോ, കാരണം നമുക്ക് അത്ര ദൂരം നടന്നു പോകാൻ വേണ്ടിയിട്ട് പറ്റില്ലല്ലോ. അങ്ങനെ അങ്ങോട്ടേക്ക് ഓട്ടോ പെണ്ണിന് 100 രൂപയായിരുന്നു കേട്ടോ ഓട്ടോ ക്യാഷ് വന്നത്. അങ്ങനെ അവിടെ ചെന്ന് ഞങ്ങളിതാ ചോക്ലേറ്റൊക്കെ വാങ്ങിക്കുന്നു അങ്ങോട്ട് കയറിട്ടോ. അങ്ങനെ പ്രത്യേകിച്ചൊന്നും വാങ്ങിച്ചില്ല, ഒരു ബോക്സ് ചോക്ലേറ്റ് മാത്രമേ വാങ്ങിച്ചുള്ളൂ കേട്ടോ. അത് ഒന്നിനും കൊള്ളുണ്ടായിരുന്നില്ല കേട്ടോ, അത്രയും ടേസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഒരു ചെറിയ ചായപ്പൊടി മേടിച്ചെങ്ങനെ ഉണ്ടെന്ന് അറിയാലോ എന്ന് വിചാരിച്ചിട്ടോ. അതുപോലെ ഞാനൊരു ക്രാബും ഒരു ബുഷും എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് വീട്ടിൽ കൊണ്ടുവന്ന് വന്നപ്പോൾ തന്നെ സംഭവങ്ങളെല്ലാം പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത്രയും കൊള്ളില്ലാത്ത സാധനങ്ങളായിരുന്നു, പക്ഷെ നല്ല റേറ്റും ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പോകുന്ന വഴിക്കാണ് ഞാൻ പനങ്കരക്ക് കണ്ടത് കേട്ടോ. അത് കുറേ ആയി കുടിക്കണമെന്ന് വിചാരിക്കുന്നത്. അങ്ങനെ അത് മേടിച്ച് കുടിച്ചു. പിന്നെ അത് കുതിരസവാരിയിൽ ഞാൻ നെതയും കൂടി കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു രസം ഉണ്ടായിരുന്നില്ല കേട്ടോ, കയറിയിട്ട് നല്ലതായിട്ട് എനിക്ക് പേടിയാവുണ്ടായിരുന്നു കേട്ടോ. അവർ കുറച്ച് ദൂരേ പോയിട്ടുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ അത് കഴിഞ്ഞപ്പോഴാണ് കുഞ്ഞിപ്പണിൻ്റെ ഫുഡിൻ്റെ ടൈം ആയത്. അങ്ങനെ ഫുഡിൻ്റെ ടൈം ആയപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് മുട്ട ഇങ്ങനെ ചിക്കി പൊരിച്ച് തരാൻ പറഞ്ഞു അത് തന്നിട്ടുണ്ടായിരുന്നു. അതെല്ലാം കുഞ്ഞിപ്പെണ്ണിന് കൊടുത്തിട്ട് ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടോ. കാരണം ഇനി ഫുഡ് നമ്മൾ വെച്ച് താമസിച്ചിട്ടുണ്ടെങ്കിൽ ഇന്നലത്തെ പോലെ വിശന്നിരിക്കേണ്ട വരുമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ കാണുന്ന ഹോട്ടലിൽ കയറിയിട്ടോ. അങ്ങനെ നമ്മുടെ തമിഴ്നാട് ബിരിയാണിയാണ് കേട്ടോ. അതെല്ലാം കഴിച്ച് വയറ് നിറഞ്ഞ ശേഷം ഇതൊക്കെ പാർക്കിൽ പോകണമെന്ന് പറഞ്ഞിട്ടോ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതിൽ ഒന്നാണ് കേട്ടോ ഈ പാർക്കിൽ വന്നത്. കാരണം പാർക്കിൽ കുറേ ഗാർഡൻസ് ഉണ്ടായിരുന്നു കേട്ടോ, ഫ്ലവേഴ്സ്. ഇതൊക്കെ ഒറിജിനലാണ് കേട്ടോ. കണ്ടിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട്. നമ്മൾ ഈ വീഡിയോയിൽ കാണൽ സൂപ്പറാണ് കേട്ടോ, നേരിട്ട് കാണാനായിട്ട്. നമ്മൾ പ്ലാസ്റ്റിക് ആണെന്നൊക്കെ വിചാരിക്കും, പക്ഷേ ഒറിജിനലാണ് കേട്ടോ. എല്ലാം തന്നെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. പാർക്ക് ഒരുപാട് നമുക്ക് നടന്ന് കാണാനുണ്ടായിരുന്നു. ഞങ്ങളങ്ങനെ ഒരുപാട് നടന്നൊന്നും കണ്ടില്ല. കാണുന്ന വഴിക്കൊക്കെ ഇതുപോലെ സ്ലൈഡറിലും ഊനാലിലൊക്കെ ആടിയും കളിച്ചും വർത്താനം പറഞ്ഞൊക്കെ ഞങ്ങൾ പോയിട്ടോ. കുഞ്ഞിപ്പെണ്ണ് നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ തന്നെ ഒരു ഐസ്ക്രീം പാലസ് ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ ഞങ്ങൾ കുൽഫിയൊക്കെ മേടിച്ച് അവിടേക്ക് ഇരുന്ന് കഴിച്ചു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. ഞങ്ങൾ തിരിച്ച് റിട്ടേൺ വന്ന സമയത്ത് ഹോട്ടലിൽ കയറി ഫുഡൊക്കെ കഴിച്ച് നേരെ വീട്ടിലേക്ക് വന്നു. അങ്ങനെ ഇതൊക്കെയാണ് ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറിയുടെ വിശേഷം കേട്ടോ. ഞങ്ങളേലും കൂടുതലും ഇതെല്ലാം എൻജോയ് ചെയ്യണത് പിള്ളേരാന്നുള്ളതാണ് കേട്ടോ, അതിലേറെ ഒരു സന്തോഷം. അങ്ങനെ 6ാമത്തെ വെഡ്ഡിങ് ആനിവേഴ്സറിയും കഴിഞ്ഞു. അതിൻ്റെ ട്രിപ്പും വിശേഷങ്ങളും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞു കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്നും മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്